കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള റൺവേ വികസനത്തിന് സ്ഥലം വിട്ടുനൽകി 8 വർഷമായിട്ടും നഷ്ടപരിഹാരം കിട്ടാത്തവർക്ക് ജപ്തി ഭീഷണിയും. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് കാനാട് നല്ലാണിയിലെ കെ സാനിലിന്റെ വീട്ടിൽ കേരള ബാങ്ക് അധികൃതരെത്തി നോട്ടീസ് പതിച്ചത്. ഭൂമി ഇടപാടുകൾ നടത്താൻ കഴിയാത്തതിനാൽ സ്ഥലം വിറ്റ് കടം വീട്ടാനും കുടുംബത്തിന് കഴിയുന്നില്ല. 2016 ബിസിനസ് തുടങ്ങാനെടുത്ത വായ്പ 16 ലക്ഷം രൂപ തിരിച്ചടവ് മുടങ്ങിയതോടെ 31,68,510 രൂപ കുടിശ്ശികയായി. 5 ദിവസത്തെ സാവകാശമാണ് വായ്പ തിരിച്ചടയ്ക്കാൻ ബാങ്ക് നൽകിയിട്ടുള്ളത്. വീട് ഉൾപ്പെടെ 1 ഏക്കർ 23 സെന്റ് സ്ഥലം ബാങ്ക് കൈവശപ്പെടുത്തിയതായാണ് നോട്ടീസിൽ പറയുന്നത്. ഇതിൽ നിന്ന് 10 സെന്റ് വിറ്റാൽ തീർക്കാവുന്ന കടം മാത്രമേ തങ്ങൾക്കുള്ളൂവെന്ന് സനിൽ പറയുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് ഈ സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ 2017 വിജ്ഞാപനമിറക്കിയതാണ്. നഷ്ടപരിഹാരം ഇനിയും കിട്ടാത്തതും ഭൂമി വിൽക്കാനാകാത്തതും മൂലം സനിലിന് കടം തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. ഭൂമി ഏറ്റെടുക്കലും നഷ്ടപരിഹാരവും ഇനിയും വൈകിയാൽ കൂട്ട ആത്മഹത്യയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ബസ് കണ്ടക്ടറായ സനിലും കുടുംബവും പറയുന്നു. ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കി കണ്ണൂർ എയർപോർട്ടിന് വേണ്ടി എടുത്ത സ്ഥലമാണിത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം ബാങ്കുകാർക്ക് പോലും ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇത്രകാലം വിശ്വസിപ്പിച്ചത്. പക്ഷേ ഇപ്പോഴാണ് മിനിഞ്ഞാന്ന് 11-ാം തീയതി വന്നിട്ട് ബാങ്കുകാർ വന്ന് ഈ വീടും സ്ഥലം ബാങ്കിൻ്റെ കൈവശമാണുള്ളതെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. എനിക്ക് അഞ്ച് ദിവസത്തെ സാവകാശം തന്നിട്ടുണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്കാവില്ല, 5 ദിവസം കൊണ്ട് എനിക്ക് രേഖ തിരിച്ചെടുക്കാനോ മറ്റോ കഴിയില്ല. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട അവസ്ഥയിലാണ് ഉള്ളത്. ജപ്തി വന്നിട്ട് വല്ലാത്ത വിഷമമാണ് ഉള്ളത്. അവർ 5 ദിവസം സമയം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. മക്കളെയും കൊണ്ട് രണ്ടാളും സ്കൂൾ പഠിക്കുന്നതാണ്. മോനും പരീക്ഷയുടെ അടുത്ത് വരുന്നേ. അപ്പോൾ മോനെല്ലാം കൊണ്ട് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. ബുദ്ധിമുട്ടില്ല പറയേണ്ടത്, അല്ലാത്ത ബുദ്ധിമുട്ടില്ല. എവിടെ ഇറങ്ങിയിട്ട് പോകാൻ പിന്നെ നമ്മളെ മുന്നിൽ ആത്മഹത്യ കഴിയും. വിമാനത്താവളത്തിന്റെ തൊട്ടരികിൽ 1/2 ഏക്കർ സ്ഥലം സനിലിന് വേറെയുണ്ട്. ഇതും വിമാനത്താവളത്തിന് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തുടർ നടപടികൾ ഇല്ലാത്ത സ്ഥിതിയിൽ കിടപ്പാടവും നഷ്ടമാകുമെന്ന ഭീതിയിലാണ് സനിലും കുടുംബവും. കീഴല്ലൂർ പഞ്ചായത്തിലെ നല്ലാണിയിൽ വിമാനത്താവളത്തിന് ഏറ്റെടുത്ത വീടിനും സ്ഥലത്തിനും ജപ്തി നോട്ടീസ് പതിച്ച കേരള ബാങ്ക് നടപടി പ്രതിഷേധാർഹമാണെന്ന് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില പറഞ്ഞു. നമുക്കറിയാം, മുഖ്യമന്ത്രി നിയമസഭയിൽ ആധികാരികമായി പറഞ്ഞിട്ടുള്ള ഒരു വീടും ഒഴിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാളെയും അന്യാധീനപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിറ്റേന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ സി പി എം ഭരിക്കുന്ന കേരള ബാങ്ക് അതിൻ്റെ ജീവനക്കാർ ഈ വീട്ടിൽ വന്ന് ഈ കുടുംബത്തെ പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് നോട്ടീസ് പതിച്ച് സമൂഹത്തിൽ വഷളാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കറിയാം, ഇതിനു മുമ്പേ പ്രതിപക്ഷ നേതാക്കന്മാരും എല്ലാം ഇത് വലിയ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വന്ന് ഇവിടെ എല്ലാവരെയും ദുഃഖത്തിൽ പങ്കുചേർന്ന് ഈ വിഷയം സംസ്ഥാന തലത്തിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സജി ജോസഫും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഗൗരവമായി എടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പോവുകയാണ്. കോൺഗ്രസ് നേതാക്കളായ ടി വി രവീന്ദ്രൻ, പ്രവീൺ കാനാട്, പ്രശാന്ത് കൊതേരി, AK ദീപേഷ്, രാഹുൽ കൂളിപ്പാലം തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.